പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രവാചകനെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങി വരികയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അവിടെ നിന്ന് അങ്ങോട്ട് വൈകുന്നേരം വരെ ഓരോ സന്ദർഭങ്ങളിലെ ദുആകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, അല്ലേ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുതൽ 23ഓളമുള്ള ദുആകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ 100 തവണ. അങ്ങനെ ഓരോന്നോരോന്നായി രാവിലത്തെ ദിക്റുകൾ. ഇത് ചൊല്ലാനിരുന്നോ? പൈസക്ക് ചെലവില്ല. കാരണം അത് ബിദ്അത്തല്ല, അത് റസൂൽ പഠിപ്പിച്ചതാണ്, പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, രാവിലെ ബസ്സിലേക്ക് വാഹനത്തിൽ കയറുക, അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോകുക, ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആര് ചൊല്ലാറുണ്ട് സഹോദരങ്ങളെ? ഇങ്ങനെ നബി ആര് സ്നേഹിക്കാറുണ്ട്? ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യല്ല, ദേഷ്യം പിടിപ്പിക്കല്ല, ആത്മാർത്ഥമായി വിലയിരുത്താൻ വേണ്ടി മാത്രം ചോദിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? പ്രവാചകനും പറഞ്ഞു, എന്താ ഹദീസിൽ കാണാ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅ. അള്ളാഹുവിന്റെ റസൂൽ ഖസഅ നിരോധിച്ചിരിക്കുന്നു. എന്താ ഖസഅ? തലയുടെ മുടി നടുവിൽ നിർത്തിയിട്ട് സൈഡ് മൊത്തം ചുരണ്ടിക്കളയാ, ഇളനീർ ചെത്തിയ പോലെ. കണ്ടിട്ടില്ലേ? ഇത് റസൂൽ നിരോധിച്ചു. നബിദിന ജാഥയിൽ ആ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി മോൾക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ആ റസൂൽ എന്ത് നിരോധിച്ചോ ആ തലയുമായി നബിദിന റാലിയിൽ വരുമ്പോ ഈ തല റസൂൽ നിരോധിച്ച തലയാണെന്ന് പറയാൻ മുസ്ലിംമാർക്ക് ധൈര്യമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഓന അതിന് കിട്ടൂല. അവർ എന്ത് ബിദ്അത്ത് ചെയ്താലും കുഴപ്പമില്ല, തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ജാഥയിൽ ആളുവാണ്, അതിൽ ആള് കുറയരുത്. അതേ അവരാവശ്യമുള്ളൂ. നെരിയാണിക്ക് താഴെ തുണിയെടുത്താൽ നരകത്തിലാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നബിദിന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരെ കാണുമ്പോൾ ഈ വസ്ത്രധാരണം തെറ്റാണ്, ഇത് പാടില്ലെന്ന് പറയാൻ നബിദിന ജാഥയുടെ മുമ്പിൽ ബാനറും പിടിച്ചു നിൽക്കുന്ന ഉസ്താദുമാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആകെ ഉള്ളതൊരു ഖുതുബേ, അത് മൂപ്പർക്കും തിരിയില്ല, കേൾക്കുന്നവർക്കും തിരിയില്ല, ആർക്കും മനസ്സിലാവൂല. അതൊരു സർക്കസായിട്ട് വെള്ളിയാഴ്ച അങ്ങനെയും പോകും. ഇതല്ലേ നമ്മുടെ ദീനിന്റെ അവസ്ഥ? അതുകൊണ്ടൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് പറയാനാ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോ രാവിലത്തെ ദിക്റുകള്, പിന്നെയുള്ള ദുആകള്, വൈകുന്നേരമായാലും ദിക്റുകള്, അവസാനം നമ്മൾ രാത്രി കിടപ്പറയിലേക്ക് പോകുമ്പോ എന്താ വേണ്ടത്? ഇദാ അഖദത മൽജഅക ഫതവല്ല വുളുഅക ലിസ്വലാത്ത്. നീ കിടപ്പറയിലേക്ക് പോകുമ്പോ നമസ്കാരത്തിനെന്ന പോലെ നീ വുളു എടുക്കണം. എന്നിട്ട് നീ കിടപ്പറയിലേക്ക് ചെന്നിട്ട് വലതുഭാഗത്തേക്ക് ചെരിയണം. കൈപ്പത്തി വലതു കവിളിന് അടിയിൽ വെക്കണം. ചൊല്ലേണ്ട 8ഓളം ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വറസഖനാ വകഫാനാ വആവാനാ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്ഇ വൽ അർളി എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബഅസു ഇബാദുക എന്ന ദുആയുണ്ട്. ബിസ്മിക റബ്ബി വലാതു ജംബി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വഅഖ്സി ശൈത്വാനി വഫുക റിഹാനി വജഅൽനി ഫി നദിയിൽ ആല. ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദുആയാണ് ബിസ്മിക റബ്ബി വലാതു ജംബി വബിക അർഫഉ ഇൻ അംസകത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബി ഇബാദക സ്വാലിഹീൻ. സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എനിക്ക് നബിനെ സ്നേഹമാണ്, ഞാൻ അന്ന് കുറേ ചോറിന്നു. ഇതൊന്നും പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗമല്ല. ഈ സുന്നത്തുകൾ പഠിക്കണേന്നാ പറയാനുള്ളത്. ഇത് മുജാഹിദുകളോടും പറയാണ്, എല്ലാവരോടും പറയാണ്. നമ്മുടെ പരലോകത്തിലേക്കുള്ള ഇതൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പോകും. ഈ ചൊല്ലുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും പരലോകത്തേക്ക് നമുക്ക് ബാക്കിയാകും. അങ്ങനെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് ഒരു കൊല്ലത്തിൻ്റെയോ പ്രത്യേക സമയത്തിൻ്റെയോ ആവശ്യമില്ല. എന്നും നമുക്ക് എന്തിനു സാധിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ സാധിക്കും.